വാട്ട്? ദാസേട്ടനെ പിരിച്ചുവിട്ടെന്നോ? എന്താ ഈ പറയുന്നത്? അമ്മ ഇവിടെ വന്നിരുന്നോ? അഖില മാഡം അല്ല സർ, ഗംഗ മാഡം. വാട്ട് ദ ഹെൽ ആർ യു ടോക്കിംഗ്? ഗംഗ ദാസേട്ടനെ പിരിച്ചുവിട്ടെന്നോ? എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാറ് പോയി കഴിഞ്ഞപ്പോ ഇവിടെ ചില സംഭവങ്ങളുണ്ടായി. ആ പാവം ദാസേട്ടൻ വളരെ നല്ല മനുഷ്യനാ. അദ്ദേഹത്തെ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ഗംഗ മാഡം തല്ലി. What? ഗംഗ ദാസേട്ടനെ തല്ലിയെന്നോ? അതെ, അദ്ദേഹത്തിന്റെ പ്രായത്തെ പോലും മാനിക്കാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല്ലി. ഞങ്ങൾക്കൊക്കെ സങ്കടമായിപ്പോയി സർ. അയാള് നാണം കെട്ട് തൊലി ഉരിഞ്ഞ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇനി അയാൾ മനുഷ്യനാണെങ്കിൽ ഇവിടെ നിൽക്കില്ല, മകളെയും കൂട്ടി നാട് വിടും. പിന്നല്ല. What happened? Come on, explain. അത് സർ, 30 ലക്ഷം രൂപ കമ്പനി അക്കൗണ്ടിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. പൂജ മാഡം പണവുമായി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോ ഗംഗ മാഡം ആ പെട്ടി വാങ്ങി ദാസേട്ടനെ ഏൽപ്പിച്ചു. ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കാൻ പറഞ്ഞു. ദാസേട്ടൻ പറഞ്ഞു എനിക്ക് ബാങ്കിൽ പോയി അത്ര പരിചയമൊന്നുമില്ലാന്ന്. ഗംഗ മാഡം നിർബന്ധിച്ചയച്ചു. കുറെ കഴിഞ്ഞപ്പോ പണം നഷ്ടപ്പെട്ട് ദാസേട്ടൻ വിഷമിച്ചിവിടെ എത്തി. മാഡം ബാങ്കിൽ വിളിച്ച് ചോദിച്ചപ്പോ 10 ലക്ഷം രൂപ ദാസേട്ടന്റെ അക്കൗണ്ടിലും 20 ലക്ഷം രൂപ ബ്രാൻഡ് അംബാസഡറായ കല്യാണിയുടെ പേരിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നറിഞ്ഞു. പിന്നെ താനൊരു വലിയ കള്ളനാണ് മിസ്റ്റർ ദാസ്. തന്നെ ഞാൻ ഇവിടെ നിന്ന് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. ഇറങ്ങി പോടോ. Get out, I say. നമുക്കൊക്കെ വിഷമമായി സർ. നല്ലൊരു മനുഷ്യനായിരുന്നു. പുള്ളി തകർന്നതുപോലെ ഓഫീസ് വിട്ടു പോയേ. ആ ദാസിന്റെ കരണത്തൊന്ന് കൊടുക്കണമെന്ന് എന്റെ ഒത്തിരി നാളത്തെ മോഹമായിരുന്നു. അച്ഛന്റെ പ്രായം ഉണ്ടെങ്കിലും അടിച്ചത് നന്നായി. അങ്ങനെ ഡ്രൈവറുടെയും മകളുടെയും അന്ത്യം നടന്നു. ദാസേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അദ്ദേഹം ഒരു പാവ മനുഷ്യനാ. ഇതിലെന്തോ ചതിയുണ്ട് സർ. എന്നോടും കല്യാണിയോടുള്ള വൈരാഗ്യം അവൾ ദാസേട്ടനോട് തീർത്തു. ഇന്നിനി വേറെ ആർക്കും അപ്പോയിന്റ്മെന്റ്സ് ഒന്നും കൊടുക്കണ്ട. ഓക്കെ സർ. എന്തോറ്റി? പെട്ടെന്ന് മൂഡ് ഓഫ് ആയല്ലോ. ശത്രുപക്ഷത്തെ തറ പറ്റിച്ചതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അത് മാത്രോ? അഖിലേജ് നിനക്ക് 30% ഷെയർ തരാന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? പിന്നെ എന്തിനാ ഈ ടെൻഷൻ? അഖിലാന്റി സമ്മതിച്ചു.
പക്ഷെ ആനന്ദ് എതിർത്തില്ലേ. ഇപ്പൊ അഖിലാന്റി അമ്പലത്തിൽ പോയിരിക്കാം. അതാ എന്റെ ടെൻഷൻ. ചേച്ചി അമ്പലത്തിൽ പോയതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിമിത്തങ്ങളിൽ 100% വിശ്വാസമുള്ള ആളല്ലേ ആന്റി. ഇനി അമ്പലത്തിൽ ചെല്ലുമ്പോ എന്തെങ്കിലും ദുർനിമിത്തം ഉണ്ടായ ഷെയർ തരുന്നതിനെ കുറിച്ച് വീണ്ടും ചിന്തിച്ചെന്ന് വരും. അതാ എനിക്ക് ടെൻഷൻ. ഗംഗെ നന്നായിട്ട് ഐസിട്ടൊരു ജ്യൂസ് കുടിച്ചാ മതി, ടെൻഷൻ പമ്പ കിടക്കും. ആ കെയർ ഓഫില് നിനക്കൊരു ജ്യൂസ് കുടിക്കാലോ. ആ ഒന്ന് പോയി തരാവോ? ആ ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. വരൂ വരൂ, ഇരിക്കൂ. താങ്ക് യു. ഞങ്ങൾ സാറിനെ കാത്തിരിക്കുകയായിരുന്നു. ആ റെക്കോർഡുകളെല്ലാം ശരിയായോ? മുദ്രപത്രം എഗ്രിമെന്റും റെഡിയല്ലേ? എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇനി അഖില മേഡം ഒന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. ചേച്ചി ഒന്ന് ക്ഷേത്രം വരെ പോയിരിക്കുക, ഇപ്പൊ എത്തും. വക്കീല് വെയിറ്റ് ചെയ്യൂ. ആയിക്കോട്ടെ. വക്കീലെ ഐസിട്ടൊരു ജ്യൂസ് എടുക്കട്ടെ. നോ താങ്ക്സ്. ആ, ദൈവങ്ങളെ, എന്റെ പ്രാർത്ഥന കേൾക്കണേ. അഖില മാഡം ഗംഗയ്ക്ക് 30% ഷെയർ കൊടുക്കാൻ പോവാ. ഗംഗയുടെ ഉദ്ദേശം അഖില മാഡത്തിന് മനസ്സിലാക്കി കൊടുക്കണം. ചതിയാണിത്. ഈ കുടുംബത്തെ രക്ഷിക്കണം. ഈ ഷെയർ കൈമാറ്റത്തിൽ നിന്ന് അഖില മാഡത്തിനെ പിന്തിരിപ്പിക്കണം. ഇത് ആരൊക്കെയോ ചേർന്ന് ഒരുക്കുന്ന ചതിക്കുഴിയാണെന്ന് നീ മാഡത്തിന് മനസ്സിലാക്കി കൊടുക്കണം. എന്റെ ദേവി, വെളിപ്പുറത്തമ്മയ്ക്കൊരു ചുറ്റുവിളക്ക് നേരാ. മാഡം ചതിക്കപ്പെടരുത്. എന്തായിരിക്കും പ്രിയങ്ക മാഡം അത്യാവശ്യമായി നമ്മളോട് കാണണമെന്ന് പറഞ്ഞത്? പ്രിയങ്ക മാഡം അല്ലേ, എന്തെങ്കിലും കാരണങ്ങളില്ലാതെ അവർ നമ്മളെ വിളിപ്പിക്കില്ലല്ലോ. അത് ശരിയാ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചല്ലോ അല്ലേ എല്ലാരും? കഴിച്ചു മാഡം. മാഡം എന്തിനാ വിളിപ്പിച്ചത്? പറയാം. അഖിലാന്റി, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. വക്കീൽ വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, എനിക്ക് പേപ്പേഴ്സ് ഒക്കെ റെഡിയായില്ലേ? എല്ലാം റെഡിയാണ് മാഡം. ഇതാ.
കല്യാണി എൻ്റെ ഒരു പെൻ ബോക്സ് ഷെൽഫിലുണ്ട് അതിങ്ങെടുത്തിട്ട് വരും. ശരി മാഡം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഷെയറുകൾ മൊത്തത്തിൽ നോക്കിയാൽ 28% വരും. അതെ മാഡം. ഇപ്പോ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് നിങ്ങളുടെ കയ്യിലുള്ള ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഷെയറുകൾ എനിക്ക് തന്നാൽ ഷെയർ തുകയുടെ ഇരട്ടി തുക ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരും. പോരാത്തതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈവശമുള്ള ഷെയറുകൾക്ക് തുല്യമായ എന്റെ കമ്പനി ഷെയറുകളും തരും. ഓക്കെ മാഡം. ഇങ്ങനൊരു നഷ്ടക്കച്ചവടം നടത്തി ഞങ്ങളുടെ കയ്യിലുള്ള ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുന്നതിൽ മാഡത്തിന് എന്താണ് ലാഭം? പറയാം. നിമിഷങ്ങൾക്കുള്ളിൽ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 30% ഷെയറുകൾ എന്റെ കൈവശം വരും. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 30% ഷെയറുകൾ മാഡത്തിന് കിട്ടാൻ പോകുന്നു. അത്ഭുതം, അൺബിലീവബിൾ. എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് അഖിലാണ്ടേശ്വരി മാഡം 30% ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു. വിശ്വാസമാകുന്നില്ലേ? നിമിഷങ്ങൾക്കുള്ളിൽ അത് നടന്നിരിക്കും. എല്ലാം ഓക്കെ. ഗംഗ ആ ആന്റി, ദാ ഇവിടെ സൈൻ ചെയ്. ഇനി മേഡം ഒപ്പിടും.
എന്തുപറ്റി? പേന തെളിയുന്നില്ലല്ലോ. മേഡം ഇതാ പേന. ഇല്ല, ഇതെനിക്ക് രാശിയുള്ള പേനയാ. ഏത് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റും ഞാൻ ഇതുകൊണ്ടേ ഒപ്പിടാറുള്ളൂ. ഛേ, നാശം. എന്താ അത്? പൂജാമുറി എന്നാണല്ലോ. വാ. അപശകനുമാ. ദൈവങ്ങൾ സൂചന കാട്ടിയതാ. ഇനിയും അഖിലാമ്മയുടെ ഒപ്പിടുവോ? എന്റെ ദേവി, അഖിലാമ്മയുടെ ഒപ്പിടാനുള്ള സാഹചര്യം ഉണ്ടാക്കല്ലേ. ഛേ, നാശം പിടിച്ച പൂച്ച. ഇനി അഖില പൂച്ചയുടെ ജാതകം നോക്കാൻ ഗുരുജിയെ വരുത്തും. എന്തൊരു കഷ്ടകാലം. എന്ത് സംഭവിച്ചാലും ഇന്ന് തന്നെ ഷെയർ ഗംഗയുടെ പേരിലേക്ക് മാറ്റണം. ചേച്ചി, എത്ര സ്റ്റാഫുകൾ ഉണ്ടായിട്ട് എന്താ കാര്യം? ദേ, പൂച്ച കയറി വിളക്കം തട്ടിയിട്ടിട്ട് പോയത് കണ്ടില്ലേ? ഏത് പൂച്ച? ആര് കണ്ടു? അടച്ചിട്ട പൂജാമുറിയില്. ഇത് പൂച്ച തട്ടിയിട്ടൊന്നുമല്ല. ഇത് വല്ല ഭൂതപ്രേത പിശാചുക്കൾ വല്ലതും ആയിരിക്കും. അതെ, അതിന് നീ താഴെ നിൽക്കുമല്ലായിരുന്നോ? ഞങ്ങളുടെയൊക്കെ കണ്ണു വെട്ടിച്ച് എപ്പോഴാ നീ മുകളിലേക്ക് വന്നേ? ഞാനും കൂടി. വാ.